ഇത് ഹ്യൂണ്ടായി ഇയോൺ എന്ന് പറയുന്നൊരു വാഹനമാണ്. ഈ വാഹനം ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ ഗിയർ ലിവറിൻ്റെ ഈ ഒരു പ്ലേ ഉണ്ട്, ഈ പ്ലേ ഇയോൺ വാഹനം ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു പ്ലേ. ഇത് എല്ലാ വണ്ടിക്കും ഇയോണിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു പ്ലേ കാണും. ഇപ്പോൾ വന്നില്ലെങ്കിലും അത് കുറേ ആൾ കഴിയുമ്പോൾ ഈ ഒരു പ്ലേ വരും. ഇത് നമുക്കിത് സെറ്റായിട്ട് ഇത് മാറാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് അതിൻ്റെ ഒരു ബുഷ് കംപ്ലൈൻ്റ് ആകുന്നത്, പക്ഷേ ബുഷ് മാത്രമായിട്ട് ഇത് വരത്തില്ല. ഇതിൻ്റെ ഗിയർ ലിവർ സെറ്റ് ഉൾപ്പെടെയാണ് കിട്ടുന്നത്. അതിന് നല്ലൊരു എമൗണ്ട് വരും. ഇവിടുന്ന് അവിടം വരെയുള്ള ഒരു കേബിളാണ്, ആ കേബിൾ ഉൾപ്പെടെ ഇത് സെറ്റ് ഉൾപ്പെടെ കിട്ടത്തുള്ളൂ. അതിന് നല്ലൊരു എമൗണ്ട് ആവും. എന്നാലും നമുക്കിതൊരു ചെറിയൊരു പണി വഴി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, 10 പൈസ ചിലവില്ലാതെ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ സെൻട്രൽ കൺസോൾ ആദ്യമേ ഊരി മാറ്റണം. കൺസോളിൻ്റെ ഇവിടെ ഒരു 10-ൻ്റെ ഒരു ബോൾട്ടുണ്ട്. ആ ബോൾട്ട് അഴിച്ചെടുക്കുക. അതിനുശേഷം ഇതാ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് നോക്കി ഊരിയെടുത്ത് കഴിഞ്ഞാൽ അതിനെ ഊരിയെടുക്കുക. അതിനുശേഷം ഇതാ ഈ ഗിയർ ലിവർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കറക്കി ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കറക്കി ഊരിയെടുത്തതിന് ശേഷം ത്രെഡാണ്, ഇങ്ങനെ ഊരി ഇങ്ങനെ ഊരിയെടുക്കുക. അതിന് ശേഷം ഇതാ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് സൈഡിലായിട്ട്, അതഴിക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതൊരു സ്ക്രൂ ഉണ്ട്, അത് ഊരുക. ഓക്കെ, നമ്മൾ സെൻട്രൽ കൺസോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ഗിയർ ലിവറിൻ്റെ ഒരു അസംബ്ലി എന്ന് പറയുന്നത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടെ ഒരു ബുഷ് ഉണ്ടോ, അത് ഇവിടെ ഇല്ല. അല്ല, ഇവിടെ ഒരു ബുഷ് വരുന്നുണ്ട്, ആ ബുഷ് ഇവിടെ ഇല്ല, അത് പൊട്ടിപ്പോയിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഒരു പ്ലേ വരുന്നത്. ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വീഴത്തില്ല. ഓട്ടത്തിൽ ചിലപ്പോൾ ഫസ്റ്റിന് തേർഡ് ഗിയർ ഇടുന്നതിന് പകരം ചിലപ്പം ഫസ്റ്റ് ഗിയർ ആയിരിക്കും വീഴുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് തന്നെ ശരിയാക്കാം. ഇതിനൊരു ടെക്നിക്കുണ്ട്, നമുക്കിത് മാറാതെ തന്നെ സംഭവം ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ഇതുപോലൊരു ചെറിയൊരു ഓസിൻ്റെ പീസ് എടുക്കണം. എന്നിട്ട് ഈ അളവിന്, ഇത് ഇവിടെ വരുന്ന അളവിന് ഇത് മുറിച്ചെടുക്കുക. അങ്ങനെ ഏകദേശം ഒരു അളവ് കിട്ടിയാൽ മതി. ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഈ ബുഷാണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ ഒരു കേബിള് ഊരി മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ കേബിൾ ഊരി ഇതിങ്ങനെ ഒരു വെച്ച് ഒരു ലിവർ എടുത്ത് ഇങ്ങനെ തിക്കിയാൽ മതി. കേബിൾ ഇങ്ങോട്ട് ഊരി വരും. അതിനുശേഷം ഈ രണ്ട് ഇതുകൂടെ അങ്ങോട്ട് അടിച്ച് താത്തുക. എന്നിട്ട് നമ്മുടെ ബുഷ് എടുത്തിട്ട് ബുഷോടെ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും, ആ പ്ലേ മാറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പഴയതുപോലെ തന്നെ കാറ്റെടുത്തിടുക, ഇങ്ങനെ പ്രസ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ പ്ലേ മാറിയതുണ്ട്. ഒരു ശകലം ഗ്രീസ് കൂടെ അതവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സംഭവം സെറ്റാണ്. സംഭവം ഓക്കെയാണ്. അതിപ്പം
ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബുഷിന് ഇതിപ്പം നമുക്ക് ലൈഫ് ടൈമാണ് സംഭവം. ഇതിനെ ഒരിക്കലും ആ ബുഷ് പോകത്തില്ല. ഇനി ഞാൻ നിങ്ങളെ ഇത് സെറ്റ് ചെയ്ത് കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെൻട്രൽ കൺസോൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് പ്ലേ കാണിച്ചു തരാം. ഇതുണ്ടോ, ആ പ്ലേ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഗിയറൊക്കെ ഇടുന്ന നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. എല്ലാ ഗിയറും നല്ല കറക്റ്റായിട്ട് തന്നെ വീഴുന്നുണ്ട്. ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് വെച്ച് ഓടിച്ചിട്ടുള്ള പ്രശ്നം എന്നാണ്, ഓട്ടത്തിൽ നമ്മൾ ചിലപ്പം തേർഡ് ഇടുന്നതിന് പകരം ചിലപ്പോൾ ഫസ്റ്റിലോട്ടായിരിക്കും വീഴുന്നത്, ഫിഫ്ത്ത് ഇടുന്നതിന് പകരം ചിലപ്പോൾ തേർഡിലോട്ടായിരിക്കും വീഴുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതാണ് പ്ലേയും വെച്ചിട്ട് വണ്ടി ഓടിക്കരുത്. സംഭവം ഇത് ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പോക്കറ്റാക്കി